ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് നിന്ന് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിലാണ് കേട്ടോ കയറി ചെയ്ത്. അതായത് നമ്മൾ ചെന്നൈയിൽ ഇറങ്ങി പിന്നെ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് സൊമാറ്റോന്ന് സാൻഡ്വിച്ച് ആയിരുന്നു ഓർഡർ ചെയ്തത്, കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെന്നൈയിലെത്തി അവിടെ നമുക്കൊരു 3-4 മണിക്കൂർ ഡിലേ ഉണ്ടായിരുന്നു. 4 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ട്രെയിൻ വരുന്നത് ഡൽഹിയിലേക്കുള്ള. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അവിടെ അടുത്തില്ല, കാരണം നമ്മൾ ചെന്നൈയിൽ വരുന്ന ഫസ്റ്റ് ടൈം. അപ്പോൾ എന്തായാലും ഇത്ര ടൈം ഉണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഒന്ന് അവിടെ കറങ്ങാം, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏതൊക്കെ സ്ഥലം എന്ന് വെച്ചാൽ അവിടെ നിന്ന് കറങ്ങാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ നേരെ പോയത് മറീന ബീച്ചിലേക്കാണ്. അപ്പം ഈ മറീന ബീച്ചിൻ്റെ അടുത്താണ് ഈ ഡോക്ടർ ജയലളിതയുടെയും ഡോക്ടർ MGRൻ്റെയും മെമ്മോറിയൽസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 മെമ്മോറിയൽസിൻ്റെയും ആർക്കിടെക്ചർ. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മറീന ബീച്ച് സൈഡിൽ ഈ പിറ്റ് പോക്കറ്റിങ് കൂടുതലാണ് കേട്ടോ. കാരണം നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ പോലീസ് അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഈ പിറ്റ് പോക്കറ്റിങ് കൂടുതലാണ്, അവനവൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു നമ്മൾ പോയ ടൈമിൽ. അങ്ങനെ നമ്മൾ ഈ മെമ്മോറിയൽസിനുള്ളിലൊക്കെ ചുറ്റി കണ്ടു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ മറീന ബീച്ചിൽ പോയി, അവിടെ ഈ കുതിര സവാരിയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈമായി. അങ്ങനെ അവിടുത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായ ട്രെയിന് തമിഴ്നാട് SF എക്സ്പ്രസ് ആയിരുന്നു. നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല, ട്രെയിനിന് ഓൺലൈനിൽ മേടിക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. 3rd AC എക്കോണമി ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നു ഗായ്സ്. അടിപൊളി ട്രെയിനായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വഴിക്കുള്ള ട്രെയിൻ വിശേഷങ്ങളാണ്. അപ്പോൾ ഇനി ഏകദേശം ഒരു 14 മണിക്കൂർ നമ്മൾ ഈ ട്രെയിനിൽ തന്നെയാണ് ഗൈസ്. പിന്നെ ഈ തമിഴ്നാട് കഴിഞ്ഞ് ബാക്കി നമ്മൾ കണ്ട ഏരിയാസ് ഫുള്ള് കൃഷിസ്ഥലങ്ങളും ഗ്രാമങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോൾ നമ്മൾ ചായയൊക്കെ മേടിച്ച് കുടിച്ചു. ഇഞ്ചി ചായയായിരുന്നു കേട്ടോ ഗൈസ്. അത് നമുക്ക് 2 പേർക്കും ഇഷ്ടമില്ല. പിന്നെ വേറെ വഴിയില്ലാത്തത് കൊണ്ട് ഇഞ്ചി ചായ തന്നെ കുടിച്ചു. അങ്ങനെ ഗൈസ് ആഗ്ര എത്തിയപ്പോഴേക്കും നല്ല തണുപ്പായിരുന്നു. ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് ഒരു 10 ഡിഗ്രി എത്തിയായിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് നല്ല തണുപ്പായിരിക്കുമല്ലോ. ഫൈനലി നമ്മൾ ഡൽഹി എത്തി ഗായ്സ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ റൂമെടുത്ത ഹോട്ടലിലേക്കാണ്. അങ്ങനെ റൂമിലൊക്കെ കയറി ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ നേരെ പോയിരുന്നത് ഡൽഹി മെട്രോയിലാണ്. ജസ്റ്റ് ഡൽഹിയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് മെട്രോയിൽ നിന്നൊരു ഓട്ടോയും വിളിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് കാണാൻ പോയത് നമ്മുടെ ഇന്ത്യ ഗേറ്റാണ്. അപ്പം അതൊക്കെ കണ്ടു, ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ നേരെ പോയത് ഷോപ്പിങ്ങിനായിരുന്നു, സരോജിനി മാർക്കറ്റിൽ. അത് അണ്ടർഗ്രൗണ്ടിലാണ് കേട്ടോ. അവിടെ വെറൈറ്റി ഓഫ് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്താ കുറേ ബാർഗെയിനിങ് ഒക്കെ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ കുറേ കമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്ന കമ്മൽ നമ്മൾ മേടിച്ചില്ല, ജസ്റ്റ് ഇട്ട് നോക്കി ഫോട്ടോ എടുത്ത് വെച്ചിട്ട്. അങ്ങനെ ഗൈസ് സരോജിനി മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ബോബയൊക്കെ കുടിച്ചു. നമ്മൾ നേരെ